നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി കൺമഷിയും പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അവള് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരോട് സാറിന് നേരിട്ട് തന്നെ ചോദിക്കാം. ഇവിടെ അമ്മയുണ്ട്, ജാസ്മിനുണ്ട്, പിന്നെ ഗാർഗി സ്ഥലത്തില്ല. വ്ളോഗർ ആയതുകൊണ്ട് അവൾക്ക് അത് അത്യാവശ്യം. പക്ഷേ എന്നെ കൊല്ലാൻ ഗാർഗി ശ്രമിക്കുമെന്ന് ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. വിശാലിന് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ല. സംശയിക്കേണ്ടത് സാറല്ലേ. ഇനിയിപ്പോ സാറിന് സംശയം തോന്നുന്നവരെ സാറ് ചോദ്യം ചെയ്തു. അപ്പോ പ്രഭാവതി എങ്ങനെ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതെ, അതിലൊരു തർക്കവുമില്ല. എന്നെയാണോ സാറിന് സംശയം? ദേ, എന്റെ മകനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുമെന്ന് സാറിന് ഉത്തമ ബോധ്യം വന്ന എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇനി ചോദിക്കാനുള്ളത് ജാസ്മിനോടാണ്. ജാസ്മിൻ, ഇനി അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യാതെ സാറ് തെളിവുകളെ ഹാജരാക്കണം. എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ഞാൻ കൊല്ലുന്നത് എന്തിനാ? മാത്രമല്ല, എന്റെ മേക്കപ്പ് മെറ്റീരിയൽസ് ഞാൻ ലോക്കറിലൊന്നും വെക്കാറില്ല. ആർക്ക് വേണമെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം. എന്നെ കൊടുക്കാൻ മനഃപൂർവ്വം അതാരെങ്കിലും എടുത്തതാണെങ്കിലോ? കറക്റ്റ്. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. സർ, ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. വേണ്ട, സൽക്കാരം സ്വീകരിക്കാനായി ഞാൻ വേറൊരു ദിവസം വരാം. ഒരു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കുമെന്ന് നിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്കുകൊടുത്ത്. ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കുമ്പോഴേ കതിർ മണ്ഡപം സെൻട്രൽ ജയിലാവുന്ന എന്റെ സംശയം. വിശാൽ, കുറ്റവാളി ജാസ്മിൻ ആണെന്നാണോ നിന്റെ സംശയം? അത് തീരുമാനിക്കേണ്ടയാൾ അന്വേഷണം നടത്തുന്ന ഓഫീസറല്ലേ. സ്വർണ്ണക്കുടം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.